30 വർഷത്തിലേറെ കാലമായി ഒരു പാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പൂനൂർ പുഴയോരത്തെ മണ്ണോടി തൈക്കണ്ടിക്കടവ് നിവാസികൾ. പ്ലാസ്റ്റിക് ചാക്കിൽ മണൽ നിറച്ചു നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ഈ പ്രദേശത്തുകാരുടെ ഏക ആശ്രയം. തൊട്ടടുത്തുള്ള എത്തണമെങ്കിൽ 8 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തുകാർക്ക്. വർഷകാലത്ത് പൂനൂർ പുഴയുടെ ഭാവം രൗദ്രമാണ്. കുലങ്കുത്തിയൊഴുകുന്ന പുഴ നിരവധി ജീവനുകൾ കവർന്നിട്ടുണ്ട്. പൂനൂർ പുഴയിലെ മണ്ണൊടി തൈക്കണ്ടിക്കടവ് നിവാസികൾക്ക് കണ്ണെത്തുന്ന ദൂരത്ത് എത്തണമെങ്കിൽ 8 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടാണ്. 30 വർഷത്തിലേറെ കാലമായി ഒരു പാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. പ്രദേശത്തെ ചെട്ടിയാരുകണ്ടി ഭഗവതിക്കാവിലെ ഉത്സവത്തിന് കൊടിയേറണം നാട്ടുകാർക്ക് തെല്ലൊരാശ്വാസത്തിന്. കാരണം മറ്റൊന്നുമല്ല, ഉത്സവം കൊടിയേറുന്ന സമയത്ത് പ്രദേശവാസികൾ ചേർന്ന പ്ലാസ്റ്റിക് ചാക്കിൽ മണൽ നിറച്ച് താൽക്കാലിക പാലം നിർമ്മിക്കും. ഈ കാണുന്നതാണ് ഉത്സവത്തിന്റെ മുന്നോടിയായി നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലം. ഏറെ സാഹസപ്പെട്ട് വേണം സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇതുവഴി സഞ്ചരിക്കാൻ. കാലൊന്നു തെറ്റിയാൽ പുഴയിലെ ആഴത്തിൽ പതിക്കും. കുന്നമംഗലം ഒരു ഭാഗത്ത് കുന്നമംഗലം പഞ്ചായത്താണെങ്കിൽ മറുഭാഗത്ത് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്താണ്. ഇതിന് ഇടയിലൂടെയാണ് ഈ പൂനൂർ പുഴ ഒഴുകുന്നത്. ഈ പുഴയുടെ ഇരുകരകളിലും ഒരേ കുടുംബത്തിൽപ്പെട്ട ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട്. തന്നെയുമല്ല, അവരുടെ കുടുംബക്ഷേത്രം ഇത്രയും ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടുന്ന് കുന്നമംഗലത്തേക്ക് യാത്ര ചെയ്ത് കുന്നമംഗലത്ത് കാരന്തൂരിലേക്ക് വന്ന് കാരന്തൂരിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. നേരെ മറിച്ച് ഇവിടെ എല്ലാ കൊല്ലവും ഇവിടുത്തെ നാട്ടുകാരും അമ്പല കമ്മിറ്റീൻ്റെ ആൾക്കാരും ചെറുപ്പക്കാരായ ആളുകളും ചേർന്ന് ഇവിടെ ഒരു നടപ്പാലം ഉണ്ടാക്കും. പക്ഷേ ഈ നടപ്പാലത്തിന് അധികകാലം ആയുസ് ഉണ്ടാവില്ല. മഴ പെയ്യുന്നതോടുകൂടി ഈ താൽക്കാലിക പാലം നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ നശിച്ചു പോകും. ഉത്സവത്തിൻ്റെ ആവശ്യത്തിനും തുടർന്ന് മഴ പെയ്യുന്നത് വരെയും ഈ പാലം ഉപയോഗിക്കും. ഇതാണ് ഒരു സ്ഥിതി. മഴക്കാലം എത്തുന്നതോടെ താൽക്കാലിക പാലവും പുഴയെടുക്കും. പിന്നെ അടുത്ത വർഷത്തെ ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പുതിയ താൽക്കാലിക പാലത്തിനായി. തൊട്ടടുത്ത് തന്നെ നിരവധി കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂൾ സുരക്ഷിത യാത്രാമാർഗമില്ലാത്ത കാരണത്താൽ കുട്ടികളെത്താതെ അടച്ചുപൂട്ടേണ്ട ഗതികേടുമുണ്ടായി. പൈമ്പ്ര ALP സ്കൂള് പുറ്റുകൊണ്ടത്താവാം. അപ്പോൾ അവിടേക്ക് ഇവിടെ നിന്നുള്ള 50% കുട്ടികൾ തോണിയിലും വേനൽക്കാലത്ത് പുഴ കടന്നിട്ടായിരുന്നു. അന്ന് ഇത്ര വെള്ളമൊന്നും ഉണ്ടായില്ലായിരുന്നു പുഴയിൽ. അപ്പോൾ ഇപ്പോൾ അവർ വരവ് നിന്ന് സ്കൂൾ എടുത്ത് പോവുകയും ചെയ്തു. സ്കൂളില്ല. പിന്നെ ഞങ്ങൾക്കിപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു അപകടം പറ്റിയൊരു രോഗീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം കുന്നമംഗലത്തെ അങ്ങനത്തെ ബ്ലോക്കാണ്. വേറെ ഞങ്ങൾക്കൊരു മാർഗ്ഗവുമില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ വേറൊരു പാലം കടന്നുകൊണ്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് പോകണം. നല്ലൊരു റോഡും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടും ഇത് വന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കരെ ഇക്കരെയുള്ള 2 വിഭാഗം ആളുകൾക്ക്, 2 കൂട്ടർക്ക്, കുടുംബക്കാർക്കും അല്ലാത്ത ആളുകൾക്കും വളരെ ഉപകാരപ്രദമാവും. നാട് ഏറെ പുരോഗമിക്കുമ്പോഴും പൂനൂർ പുഴയോരത്തെ മണ്ണൊടി തൈക്കണ്ടിക്കടവ് നിവാസികൾ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പാലം എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ. ന്യൂസ് ബ്യൂറോ, മാവൂർ.